മോൺസ്റ്ററ അഡൻസോണിൻ്റെ ഒരുപാട് അപ്ഡേറ്റ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. കാരണം ഇത് കുറച്ചധികം ഒരു 3-4 കൊല്ലമൊക്കെ നമുക്ക് നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു മഞ്ഞ കളറാവാനും ഇതൊരു സൈലൻറ്റ് മോഡിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളിത് എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഞാറ് നട്ട പോലെ നിറച്ച് നമുക്ക് ആ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ആ ഒരു പോട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതേപോലെ കണ്ടോ, നമുക്ക് ഇതിൽ ഇലകളൊക്കെ ചെറിയ മഞ്ഞ കളർ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചധികം മഞ്ഞ കളർ കൂടിയതുകൊണ്ട് തന്നെ അതൊക്കെ തൊഴിഞ്ഞു പോയിട്ടുണ്ട്. നല്ല ഉഷാറും നല്ല ഹെൽത്തും അല്ലാത്തൊരു പ്ലാന്റായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒരു വിഷമവും കൂടാതെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്. നമുക്ക് നല്ല അടിപൊളിയായി ചെടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 1-2 മാസം മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കേണ്ട. ഈ ഒരു പ്ലാന്റിൻ്റെ ഇലകളൊക്കെ ഒന്ന് ആദ്യമായിട്ട് കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ നല്ല പ്ലാന്റിൻ്റെ അല്ല, കുറച്ചധികം കാലം കഴിയുമ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റിൽ ഏറ്റവും പെട്ടെന്ന് ഇലകൾ ഏറ്റവും കൂടുതലായിട്ട് പഴുത്തു പോകുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയും മുറിച്ചൊക്കെ നട്ട് ആയി വരാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന ടിപ്സാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാന്റ് ഇങ്ങനെ ആയതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്കിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ വേരൊന്നും കളയാതെ നമുക്ക് അടർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുണ്ടോ, ഈ നോഡിൽ നിന്നൊക്കെ പുതിയ ബ്രാഞ്ചുകൾ ഷൂട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വരുത്തുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണ്. പക്ഷേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു പോകും അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഓരോ നോഡൊന്നും കണ്ടോ, നമുക്ക് ഒട്ടനവധി ബ്രാഞ്ചുകൾ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? താഴത്തേക്ക് നോക്കുമ്പോഴും 1, 2, 3 ബ്രാഞ്ചുകൾ ഇങ്ങനെ അടുത്തടുത്ത നോഡിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് പെട്ടെന്ന് വേരുകൾ കൂടി വരും കേട്ടോ. ആ ഒരു ടിപ്സ് അവസാനം അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കണ്ടോ, അതിൻ്റെ തൊട്ടടിയിലേക്ക് വരുമ്പോൾ കണ്ടോ, നമുക്ക് പിന്നെയും ബ്രാഞ്ചുകൾ നല്ല മനോഹരമായിട്ട് നല്ല ഗ്രോത്ത് ആയിട്ടുള്ള നല്ല ഹെൽത്തായിട്ടുള്ള ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇനിയിപ്പോൾ ഒരു മൾട്ടി ലെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഇഷ്ടം പോലെ ബ്രാഞ്ചുകൾ ഇപ്പോൾ വന്നത് പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ വേരൊക്കെ ചിലപ്പം പിടിച്ചിട്ടായിരിക്കും സ്റ്റിക്കിൽ ഇരിക്കുന്നത്. അത് മെല്ലെ നമ്മൾ ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് മെല്ലെ നമുക്കത് കട്ടായി പോവാതെ അടർത്തിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു പോട്ടിൽ തന്നെ നമുക്ക് ഇതേപോലെ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പ്ലാന്റ് നടുമ്പം പിന്നീട് നമുക്ക് അതിനെന്തെങ്കിലും ഒരു മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മണ്ണിട്ട് കൊടുക്കരുതെന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് സ്ഥലം ഫ്രീ ആയി വെച്ച് കൊടുക്കണം. ആ ഒരു ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ കണ്ടോ ഇതേപോലെ മൾട്ടി ലെയറായിട്ട് നമ്മൾ ചുറ്റി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെ ആ പോട്ടിൽ ഒരു പ്ലാന്റ് മാത്രമായിരിക്കും മുകളിലേക്ക് പോയിട്ടുണ്ടാവുള്ളൂ. അത് ഒരു വള്ളി ഉള്ളെങ്കിൽ ഒരു വള്ളി ഇതേപോലെ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ 2 ഉണ്ട്. ചിലർക്ക് 3-4 ഒക്കെ ഉണ്ടാവും അല്ലേ? പോട്ടിൽ എത്ര കട്ടിങ്സ് നടന്നോ അതിനനുസരിച്ചിട്ടാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് 2 വന്നിട്ടുള്ളത് കൊണ്ട് 2 ഞാൻ ഇതേപോലെ മൾട്ടി ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3-4 കുറച്ച് കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ 1-2 മാത്രം ഇതേപോലെ മൾട്ടി ലെയർ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വേറെ ചെറിയ കട്ടിങ്സ് ആയിട്ട് നടാവുന്നതാണ്. ഇതേപോലെ മൾട്ടി ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല സമയവും ഫ്രീ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ തിരക്കിട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തിരക്കിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വള്ളികൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ കട്ടായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കുറയാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ബ്രാഞ്ചുകൾ പുതിയതായിട്ട് വന്നതൊക്കെ കട്ടായി പോകും, അല്ലെ പുതിയതായിട്ട് വന്നിട്ടുള്ള വേരുകളൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതേപോലെ നമ്മൾ മൾട്ടി ലെയർ ചെയ്ത് കൊടുത്താൽ ഇതിന് പോട്ടെന്ന് ചിലപ്പോൾ തെന്നി മാറിപ്പോകാനോ അല്ലെങ്കിൽ ഇതിൻ്റെ വേരുകൾ ആ ഒരു മണ്ണുമായിട്ട് പ്രസ്സായിട്ട് നിൽക്കുകയോ ചെയ്യാതിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. മൾട്ടി ലെയർ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ കുറച്ച് വണ്ണം കൂടിയ കമ്പികളോ അല്ലെങ്കിൽ കമ്പുകളോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് കുറച്ച് നീളത്തിലെടുക്കുക. എന്നിട്ട് നടു പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ വരുന്ന ഓരോ നോഡുകളും നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം വേര് മണ്ണുമായിട്ട് ടച്ചായി നിൽക്കും. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് വളർന്നു വരാനായിട്ട് അടിപൊളി ഒരു ടിപ്സ് കൂടിയും ചെയ്തു കൊടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇതിലെങ്ങനെയാണ് കൂടുതൽ ഓരോ നോഡൊന്നും ബ്രാഞ്ചുകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. നമ്മളിതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പം ഒരു 2-3 നോഡ് മുകൾ ഭാഗത്തേക്ക് നിൽക്കുന്നതിൻ്റെ താഴ്ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ആ കട്ട് ചെയ്ത പീസാണ് ഞാൻ മുമ്പ് വെള്ളത്തിൽ വെച്ച് വളർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു മാസമൊക്കെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വേണം നമ്മൾ മൾട്ടി ലെയർ ചെയ്ത് കൊടുക്കാൻ. കാരണം ഒരു മാസം കഴിയുമ്പോഴത്തേന് തന്നെ താഴെ
താഴേക്കുള്ള എല്ലാ നോഡൊന്നും നമുക്ക് എന്ത് വന്നിട്ടുണ്ടാവും, പുതിയ ഷൂട്ടുകൾ വന്നിട്ടുണ്ടാവും മുമ്പ് പറഞ്ഞതുപോലെ. അപ്പോൾ ഇത് അഴുകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ്. അപ്പോൾ അതേപോലെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അടിപൊളിയാക്കിയിട്ട് ഒരു പ്ലാന്റ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇത് മൾട്ടി ലെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇങ്ങനെ മൾട്ടി ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഇത് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരു പോട്ടിംഗ് മിക്സ് നമ്മൾ തയ്യാറാക്കണം. ഈ ഒരു പോട്ടിംഗ് മിക്സ് കൂടി തയ്യാറാക്കി ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ കൃത്യമായ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അച്ചിമൻസ് പ്ലാന്റ്സുകൾ, ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ നമ്മൾ സെയിലിംഗ് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഒരുപാട് പേര് നമുക്ക് ഏകദേശം 10,000-3000 എൻക്വയറിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വോയിസ് മെസ്സേജായിട്ട് കിട്ടിയുള്ളവരിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പ്ലാന്റുകൾ അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലതും നമുക്ക് എടുത്ത് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മൾട്ടി കളർ കൂടി വന്നിട്ടുണ്ട്. മൾട്ടി കളർ ആവശ്യമുള്ളവർക്ക് കൂടി ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി പ്ലാന്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഒട്ടുമിക്ക എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തായിട്ടുള്ള പ്ലാന്റുകളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഡാങ് സൂര്യ, വിയറ്റ്നാം സൂപ്പർ എയർലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സുകൾ, അപ്പോൾ ജാക്ക് ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൈകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ തൈകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് മിനിയേച്ചർ ടൈപ്പൊക്കെ കോളിയാസ്റ്റഡിയുടെ തൈകൾ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന നല്ല ഹെൽത്തായിട്ടുള്ള എല്ലാ പ്ലാന്റുകളും മേടിക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലോ ഇല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിരുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് ആയിട്ട് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരണമെങ്കിൽ നമ്മൾ നല്ലൊരു പോട്ട് മിക്സ് ഇനി കൊടുക്കണം. നല്ല വളമുള്ള ഒരു പോട്ട് മിക്സ് ആയിരിക്കണം നന്നായിട്ട് വളരാനായിട്ട്. കാരണം മുന്നത്തെ പോട്ട് മിക്സിലുള്ള എല്ലാ വളവും ഇത് വലിച്ചെടുത്തിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. പകുതി ഭാഗത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ല മേൽമണ്ണാണ് കേട്ടോ. മേൽമണ്ണ് പ്രത്യേകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത്രത്തോളം ചാണകപ്പൊടി പകുതി ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് തൂളി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് വേണം ചെയ്യാനായിട്ട്. ഒന്നാകെ ഈ ഒരു പ്ലാന്റിൻ്റെ മൊത്തം മൂടി കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുക. പിന്നെ ഒരാഴ്ച കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വേരിലൊക്കെ മണ്ണാവുന്ന രീതിയിലൊന്ന് തൂളി കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമുക്ക് നല്ല ലിക്വിഡ് മാജിക് ഫെർട്ടിലൈസർ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു വളക്കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ ആഴ്ചയിലും ഘട്ടം ഘട്ടമായിട്ട് വേണം ഈ ഒരു പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പം ഓരോ ആഴ്ച ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ഈ വളങ്ങളൊക്കെ വലിച്ചെടുക്കുകയും പെട്ടെന്ന് നമുക്ക് ഇതിന്ന് കൂടുതൽ ബ്രാഞ്ചുകൾ വരികയും ചെയ്യും. നമുക്ക് തിങ്ങി നിറഞ്ഞ ഈ ഒരു പോട്ട് നിറയെ നമുക്ക് ഇത് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അപ്പം എല്ലാവരും ഈ ഒരു ടിപ്സ് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല അടിപൊളി കിടിലൻ ടിപ്സാണ്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം ഏകദേശം 6 അടി 8 അടി ഹൈറ്റിലാണ് നമ്മുടെ പ്ലാന്റുകൾ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ തിക്കും ബുഷാവാനുള്ള പ്രോ ടിപ്സ് കിട്ടി. ഇനി ഇതിന് നമുക്ക് കെയറിങ് ചെറുതായിട്ടൊന്ന് പറയാം. നമ്മൾ വെള്ളം ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നല്ല ഈർപ്പം ഈ ഒരു പ്ലാന്റ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് പോട്ടി മിക്സിൽ ഈർപ്പം നിലനിൽക്കുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് കൂടി എടുക്കുക. കുറച്ച് പെർലൈറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ചകിരിച്ചോറ് ഇതൊക്കെ പോട്ടി മിക്സായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വെള്ളം പെട്ടെന്ന് ഡ്രെയിൻ ഔട്ടായി പോകാനായിട്ട് നന്നായിട്ട് ഇളകിയ മണ്ണ് എടുത്ത് ഇല്ലെങ്കിൽ ഉണങ്ങിയ മണ്ണൊക്കെ എടുത്തിട്ട് പോട്ടി മിക്സ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഓവർ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് വളർന്നു വരുന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മളെ പ്ലാന്റുകളൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതി ചോദിക്കാം. ഇപ്പോഴും ലൈക്ക് ചെയ്യാനും മറന്നുപോയവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് കുഞ്ഞ് കണ്ടന്റ് ഇവിടെ നിർത്തിയാണ്. നല്ല മെഗാ കണ്ടന്റുമായിട്ട് അടുത്ത ദിവസം കാണാമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരോടും വിട ചോദിക്കട്ടെ. ബൈ ബൈ.